ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും ബസ് പോയിട്ടുണ്ടായിരുന്നു. പാസ്റ്റിൽ നടന്ന രണ്ട് പ്രവൃത്തികൾ ഒരുമിച്ച് പറയേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവശ്യം വരുന്നത്. ഒന്ന്, ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തി. പാസ്റ്റ് സിമ്പിൾ ടെൻസ്. പാസ്റ്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട്, അപ്പോഴേക്കും ബസ് പോയിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, എപ്പോൾ ഉപയോഗിക്കണം, ഇന്നത്തെ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് ബിഫോർ വി റീച്ച്ഡ് ദ തിയേറ്റർ. ഞങ്ങൾ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്തിനു മുൻപ് നടന്ന പ്രവൃത്തി, അതോ പാസ്റ്റിൽ നടന്നിട്ടുള്ള രണ്ട് ആക്ഷൻസ്, രണ്ട് പ്രവൃത്തികൾ ഒരുമിച്ച് പറയേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. രണ്ട് പ്രവൃത്തിയും പാസ്റ്റിലാണ് നടന്നിരിക്കുന്നത്. മറ്റൊരു സെൻറ്റൻസും കൂടി നോക്കാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ്. ഷീ ഹാഡ് ലെഫ്റ്റ് ദ ഓഫീസ് ബിഫോർ ഇറ്റ് റെയിനഡ്. മഴ പെയ്യുന്നതിന് മുൻപ് അവൾ ഓഫീസ് വിട്ടു പോയിരുന്നു. രണ്ട് പ്രവൃത്തിയും പാസ്റ്റിൽ ആണ് നടന്നിട്ടുള്ളത്. ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ്, അവൾ ഓഫീസ് വിട്ടു പോയിരുന്നു. ഷീ ഹാഡ് ലെഫ്റ്റ്. പിന്നീട് നടന്ന പ്രവൃത്തി പാസ്റ്റ് സിമ്പിൾ, മഴ പെയ്തു. ഇറ്റ് റെയിനഡ്. ഇനി സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് ഷീ, ഓക്സിലറി വേർബ് ഹാഡ്, മെയിൻ വേർബ് ലെഫ്റ്റ്, റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ദ ഓഫീസ് ബിഫോർ ഇറ്റ് റെയിനഡ്. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, സബ്ജക്റ്റാണ് തുടക്കത്തിൽ, ആസ് യൂഷ്വൽ. രണ്ട്, സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വേർബായ ഹാഡ് കൊടുക്കണം. മൂന്ന്, വേർബ് V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വേർബ്സിൻ്റെ ടേബിൾ ഒന്ന് കണ്ടുവരാം. ഇവിടെ V1, V2, V3, V4 ഇങ്ങനെയാണ് വരുന്നത്. ടെൻസ് ഏതാണ് വരുന്നത് അതിന് അനുസരിച്ചു ഫോമിൽ മാറ്റം വരും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ V3 ഫോം തന്നെ ഉപയോഗിക്കണം. ഇറ്റ് റെയിനഡ് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. സബ്ജക്റ്റ് ഏത് വന്നാലും ഓക്സിലറി വേർബ് ഹാഡ് തന്നെയാണ് വരാൻ. മറ്റുള്ള ടെൻസുകളിൽ മാറ്റം വരുന്നത് പോലെ ഈ ടെൻസിൽ മാറ്റമുണ്ടാവില്ല. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഓക്സിലറി വേർബ് ഹാഡ് സബ്ജക്റ്റിന് മുൻപായി കൊടുത്താൽ മതി. ഹാഡ് ഷീ ലെഫ്റ്റ് ദ ഓഫീസ് ബിഫോർ ഇറ്റ് റെയിനഡ്. മഴ പെയ്യുന്നതിന് മുൻപ് അവൾ ഓഫീസ് വിട്ടു പോയിരുന്നു. നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ ഓക്സിലറി വേർബ് ഹാഡിന് ശേഷം നോട്ട് ചേർത്താൽ മതി. ഷീ ഹാഡ് നോട്ട് ലെഫ്റ്റ് ദ ഓഫീസ് ബിഫോർ ഇറ്റ് റെയിനഡ്. മഴ പെയ്യുന്നതിന് മുൻപ് അവൾ ഓഫീസ് വിട്ടു പോയിരുന്നില്ല. ഹാഡ് നോട്ട് ഷോർട്ടായിട്ട് ഹാഡൻഡ് എന്നും പറയാം. താങ്ക് യു.